അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വ അസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെ പഠിച്ചത് 1 മുതൽ 10 വരെയുള്ള ആയത്തുകളുടെ തജ്വീദ് നിയമങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 11 മുതൽ 16 വരെയുള്ള ആയത്തുകളുടെ തജ്വീദ് നിയമങ്ങളാണ്. നമുക്ക് നോക്കാം. വൈസാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി. ഇവിടെ ഖാഫ്, റാ, ളാദ് എന്നിവ തഫ്ഖീം ചെയ്യണം, അതായത് കടുപ്പിച്ച് ഓതണം. അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. ഇവിടെ ഖാലു, അവിടുത്തെ തജ്വീദ് നിയമം നോക്കാം. ആദ്യത്തെ വാക്കിൻ്റെ അവസാനം മദ്ദിൻ്റെ അക്ഷരവും തൊട്ടടുത്ത വാക്കിൻ്റെ തുടക്കത്തിൽ ഹംസയും വന്നാൽ അതിനെ മദ് മുൻഫസിൽ എന്ന് വിളിക്കുന്നു. അതായത് കാലു എന്നത് ആ പദത്തിലെ അവസാനത്തിൽ മദ്ദിൻ്റെ അക്ഷരവും പിന്നെ തൊട്ടടുത്ത അക്ഷരമായ ഇന്നമ അതിൽ ഹംസയും വന്നതിനാൽ അതിനെ മദ് മുൻഫസിൽ എന്ന് വിളിക്കുന്നു. ഇത് 4-5 ഹർക്കത്ത് വരെ നീട്ടുന്നതാണ് ഉത്തമം. 2 ഹർക്കത്ത് നീട്ടാനും അനുവാദമുണ്ട്. പിന്നെ സ്വാദ്, ഖാഫ് എന്നിവ തഫ്ഖീം ചെയ്യണം, കനപ്പിച്ച് ഓതണം. പിന്നെയുള്ള നിയമം, നൂൻ, മീം എന്നീ അക്ഷരങ്ങൾക്ക് മുകളിൽ ശദ്ദ് വന്നാൽ അവിടെ നിർബന്ധമായും മണിപ്പിക്കണം. ഈ മദ് മുൻഫസിലും ഈ നൂന് ശദ്ദുള്ള നിയമങ്ങളൊക്കെ അടുത്ത ആയത്തുകളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് ആ സമയത്ത് കൂടുതൽ വിവരിക്കില്ല. നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കിയിട്ട് മനസ്സിലാകുന്നവരെ നോക്കി പഠിക്കാം. പിന്നെയുള്ളത് മദ് ആരിദ് സുക്കൂൻ. ഇത് ഞാൻ മുമ്പേ വിവരിച്ചു തന്നതാണ്. നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. ഇവിടെയും മദ് മുൻഫസിലാണ്. അലാ, പിന്നെയുള്ളത് നൂനിൻ്റെ മുകളിൽ ശദ്ദ് വന്നുള്ള നിയമം. പിന്നെയുള്ളത് ഇദ്ഗാം ബിലാ ഗുന്ന. സുക്കൂനുള്ള നൂനിന് ശേഷം ലാം വന്നതുകൊണ്ട് ആ നൂനിനെ പൂർണ്ണമായും ഒഴിവാക്കി അടുത്ത അക്ഷരത്തോട് മണിപ്പിക്കാതെ ചേർത്ത് ഓതണം. ഇവിടെ 2 അക്ഷരങ്ങളാണ് ഇദ്ഗാം ബിലാ ഗുന്ന എന്ന നിയമത്തിൽ വരുന്നത്. ഒന്ന് ലാമും ഒന്ന് റായും ആണ്. അത് അടുത്ത ആയത്തിൽ ഇൻഷാ അല്ലാഹ് കാണാം. പിന്നെയുള്ള നിയമം റാ തഫ്ഹീം ചെയ്യണം. പിന്നെയുള്ളത് മദ് ആരിദ് സുക്കൂൻ. ഇദ്ഗാം ബിലാ ഗുന്ന വലാകിൻ ലാ യശ്ഉറൂൻ. അങ്ങനെയാണ് ഓതണം. വലാകിൻ ലാ, അവിടെ നൂന് ശബ്ദമുണ്ടാവില്ല, നൂന് നിശബ്ദമാവണം. വലാകിൻ ലാ. ഓക്കെ, നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. വൈസാ ഖീല ലഹും ആമിനൂ കമാ ആമനൻ നാസ്. ഇവിടെ കാഫ് തഫ്ഖീം ചെയ്യണം. പിന്നെയുള്ള നിയമം മദ് മുൻഫസിൽ. പിന്നെയുള്ളത് നൂനിന് ശദ്ദുള്ള നിയമം. അടുത്ത ആയത്തിലേക്ക് പോവാം. ഖാലൂ അനുഅ്മിനു കമാ ആമനസ് സുഫഹാ. ഇവിടെ കാഫ് തഫ്ഖീം ചെയ്യണം. പിന്നെയുള്ളത് മദ് മുൻഫസിലാണ്. പിന്നെ മദ് മുത്തസിൽ എന്ന നിയമം, അതായത് ഒരു വാക്കിൽ തന്നെ മദ്ദിൻ്റെ അക്ഷരങ്ങളായ അലിഫ്, വാവ്, യ അതിനുശേഷം ഹംസ വന്നാൽ അതിനെ മദ് മുത്തസിൽ എന്ന് വിളിക്കുന്നു. ഇത് നിർബന്ധമായും 4-5 ഹർക്കത്ത് വരെ നീട്ടണം. ഈ മദ് മുത്തസിലും മുൻഫസിലും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നോക്കൂ. കാലു, അത് ഒരു പദത്തിൻ്റെ അവസാനത്തിലാണ് മദ്ദിൻ്റെ അക്ഷരം വന്നത്. പിന്നെ തൊട്ടടുത്ത പദത്തിൻ്റെ ആദ്യത്തിൽ ഹംസ വന്നു. നേരെ മറിച്ച് മദ് മുത്തസിലിൽ ഈ സുഫഹാ, അവിടെ ആ ഒരു പദത്തിൽ തന്നെയാണ് മദ്ദിൻ്റെ അക്ഷരവും പിന്നെ ഹംസയും വരുന്നത്. അതുകൊണ്ടാണ് അതിനെ മദ് മുത്തസിൽ എന്ന് വിളിക്കുന്നത്. പിന്നെയുള്ള സ്റ്റോപ്പ് ചെയ്യേണ്ട ചിഹ്നം കാഫ്, ലാം എന്നുള്ള ആ ചിഹ്നം ഉണ്ടല്ലോ, യ എന്നുള്ള ചിഹ്നം ഉണ്ടല്ലോ, ഈ ചിഹ്നം കാണുന്നിടത്ത് ഓത്ത് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ നിർത്താതെ ചേർത്ത് ഓതിയാലും തെറ്റില്ല. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അലാ ഇന്നഹും ഹുമുസ് സുഫഹാ വലാ
വലാകിൻ ലാ യഅലമൂൻ. നേരത്തെ പറഞ്ഞ നിയമങ്ങൾ തന്നെയാണ് മദ് മുൻഫസിൽ, പിന്നെ നൂനിൻ ഷദ് വന്നുള്ള നിയമങ്ങൾ, പിന്നെയുള്ളത് മദ് മുത്തസിൽ, പിന്നെയുള്ള നിയമം ഇദ്ഗാം ബിലാ ഗുന്ന. സുക്കൂനിലെ നൂനിന് ശേഷമോ തൻവീനു ശേഷമോ താഴെ പറയുന്ന രണ്ടക്ഷരങ്ങൾ വന്നാൽ ആ നൂനിനെ പൂർണ്ണമായും ഒഴിവാക്കി അടുത്ത അക്ഷരത്തോട് മണിപ്പിക്കാതെ ചേർത്ത് ഓതണം. വലാകില്ല എന്ന് തന്നെ ഓതണം. വലാകിൻല അല്ല, വലാകിൻല. പിന്നെയുള്ളത് മദ് ആരിലു സുക്കൂനാണ്. നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. വഇദാ ലഖുല്ലദീന ആമനൂ ഖാലൂ ആമന്നാ. ഇവിടെ ഖാഫ് തഫ്ഖീം ചെയ്യണം. പിന്നെയുള്ളത് മദ് മുൻഫസിൽ, പിന്നെയുള്ളത് നൂൻ ഷദ് വന്നാൽ മണിക്കേണ്ട നിയമം. അടുത്ത ഭാഗത്തേക്ക് പോവാം. വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം. ഇവിടെ ത്വ എന്ന അക്ഷരത്തിൻ്റെ മഹ്റജ് നോക്കാം. നാവിൻ്റെ അറ്റം മേൽപ്പല്ലിൻ്റെ ചുവട്ടിൽ ഹ ത്വ തഫ്ഹീം ചെയ്യണം. കൽക്കലയുടെ അക്ഷരങ്ങൾ അത് നമുക്കൊന്ന് വിവരിക്കാം. ഖാഫ്, ത്വ, ബ, ജീം, ദാൽ. ഇതിനെ നമുക്ക് ഖുത്ബ് ജദ് എന്ന് പേര് വിളിച്ച് ഓർത്ത് വെക്കാം. ഈ 5 അക്ഷരങ്ങൾക്ക് സുക്കൂൻ വരുമ്പോഴാണ് കൽക്കല ചെയ്യേണ്ടത്. അക്ഷരത്തിന് സ്വന്തമായി സുക്കൂൻ വരുമ്പോഴോ അല്ലെങ്കിൽ ആയത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ നിർത്തുമ്പോൾ ആ അക്ഷരത്തിന് സുക്കൂൻ ലഭിക്കുമ്പോഴോ ആണ് ഇത് ചെയ്യേണ്ടത്. ഇതിന് 3 തരമുണ്ട്. ഒന്ന് ചെറിയ കൽക്കല. അക്ഷരം വാക്കിൻ്റെ ഇടയിൽ സുക്കൂനായി വരുമ്പോൾ ശബ്ദത്തിൽ നേരിയ ഒരു തട്ടൽ മാത്രം മതി. ഉദാഹരണം യജ്അലൂന. പിന്നെയുള്ളത് ഇടത്തരം കൽക്കല. ആയത്തിൻ്റെ അവസാനത്തിൽ ശബ്ദില്ലാത്ത അക്ഷരത്തിൽ നിർത്തുമ്പോൾ. ഉദാഹരണം ഫലഖ്, ഫലഖ്. പിന്നെയുള്ളത് വലിയ കൽക്കല. ആയത്തിൻ്റെ അവസാനത്തിൽ ശബ്ദുള്ള അക്ഷരത്തിൽ നിർത്തുമ്പോൾ ഇവിടെ ശബ്ദം അല്പം കടുപ്പിച്ച് തട്ടണം. ഉദാഹരണം വതബ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഖാലൂ ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. ഇവിടെ കാഫ് തഫ്ഖീം ചെയ്യണം. പിന്നെയുള്ളത് മദ് മുൻഫസിലാണ്. പിന്നെയുള്ള നിയമം നൂനിന് ഷദ് വരുമ്പോൾ നിർബന്ധമായി മണിക്കേണ്ട നിയമമാണ്. പിന്നെയുള്ളത് മദ് ആരിൽ സുക്കൂൻ. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. അല്ലാഹു എന്ന പദത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ് അല്ലെങ്കിൽ ലമ്മ് വന്നാൽ ലാമിനെ കടുപ്പിച്ച് തടിച്ച ശബ്ദത്തിൽ ഓതണം. ഇവിടെ അല്ലാഹു. ഇവിടെ ആ നിയമം വന്നത് ലാം തഹരീഫിൻ്റെ നിയമം വന്നത് അലിഫ് ലാം. അപ്പോൾ ആ അല്ലാഹു എന്ന് തന്നെയാണ്. ഇനി ബിസ്മില്ലാഹി. അവിടെ ബിസ്മില്ലാഹി എന്നല്ല നമ്മൾ അതെന്തുകൊണ്ടാ? അതായത് അല്ലാഹുവിൻ്റെ തൊട്ട് മുമ്പ് ബിസ്മി മീമിന് കസറാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ലാമിനെ നേർപ്പിച്ച് ഓതണം. തർക്കീക്ക് എന്ന് പറയും. ഇനി ഹ, ഐൻ, സ്വാദ്, ലാദ്, കാഫ്, ത്വ, ല എന്നിവ കനപ്പിച്ച് പറയേണ്ട, അതായത് തഫ്ഹീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്, ഹെവി ലെറ്റേഴ്സ്. പിന്നെയുള്ളത് മദ് ആരിലു സുക്കൂനാണ്. നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. ഉലൈകല്ലസീന ഇശ്തറഉൽ ളലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറതുഹും. ഇവിടെ ഉലായിക ഒരു വാക്കിൽ തന്നെ മദ്ദിൻ്റെ അക്ഷരങ്ങളായ അലിഫ്, വാവ്, യ ശേഷം ഹംസ വന്നതിനാൽ അതിനെ മദ് മുത്തസിൽ എന്ന് വിളിക്കുന്നു. നിർബന്ധമായും 4-5 ഹർക്കത്ത് നീട്ടണം. പിന്നെയുള്ളത് റാ, ലാദ് തഫ്ഹീം ചെയ്യണം. ലാദിന് ശബ്ദമുള്ളത് കൊണ്ട് കുറച്ചുകൂടി കടുപ്പിക്കണം. പിന്നെയുള്ള ഇവിടെയുള്ള ഒരു നിയമം റബിഹത്ത് തിജാറത്ത്. റബിഹത്ത് തിജാറത്ത് അങ്ങനെയല്ല ഓതേണ്ടത്. അതായത് റബിഹത്ത് ആ താക്ക് ഒരു ഹർക്കത്തും കാണുന്നില്ല. അപ്പം ആ തായിനെ തിജാറത്തിലെ തായിലേക്ക് ലയിപ്പിക്കണം. അതിൻ്റെ നിയമം നോക്കാം.
ലയിപ്പിക്കപ്പെടുന്ന അക്ഷരത്തിൻ്റെ സ്വരവിശേഷണം പൂർണ്ണമായും ഇല്ലാതാവുകയും ഏതക്ഷരത്തിലാണോ ലയിപ്പിച്ചത് അത് മാത്രം ഉച്ചരിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. ഇതിന് ഇദ്ഗാം കാമിൽ പൂർണ്ണലയനം എന്ന് പറയുന്നു. ഈ സന്ദർഭത്തിൽ ആ അക്ഷരത്തിന് ശബ്ദ നൽകുകയും ചെയ്യും. ഇവിടെ കണ്ടോ, തിജാറത്തുന് ശബ്ദം ഉണ്ടല്ലോ. റബിഹത് തിജാറത്തുഹും, അങ്ങനെ തന്നെ ഓതണം. അടുത്ത ഭാഗത്തേക്ക് പോകാം. വമാ കാനൂ മുഹ്തദീൻ. ഇവിടെ വേറെ നിയമങ്ങളൊന്നുമില്ല, അതുകൊണ്ട് മദ് ആരിദ് സുക്കൂൻ ഒന്നുകൂടി വിവരിച്ചു തരാം. ആയത്തിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ ഓതി നിർത്തുന്നിടത്തോ മദ് അസ്ലി, അതായത് 2 ഹർക്കത്ത് നീട്ടുന്ന അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന അക്ഷരത്തിന് നമ്മൾ സുക്കൂൻ നൽകി നിർത്തുമ്പോൾ ആണ് മദ് ആരിദ് സുക്കൂൻ എന്ന നിയമം സംഭവിക്കുന്നത്. ഇതിനെ 2, 4 അല്ലെങ്കിൽ 6 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. എന്നിരുന്നാലും 4 ഹർക്കത്ത് നീട്ടുന്നതാണ് സാധാരണ രീതി. ഇൻഷാ അല്ലാഹ് ഇതാണ് 11 മുതൽ 16 വരെയുള്ള ആയത്തുകളുടെ തജ്വീദ്. നമുക്ക് 17 മുതൽ 20 വരെയുള്ള ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.